ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലോ ഗാർഡൻ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സിൽ ഏതെങ്കിലും പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ കാണിക്കുന്നുണ്ട്. അതിൽ വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. ആ പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. കൂടുതലും മെസ്സേജ് ഇടാതിരിക്കുക. പിന്നെ കോള് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ദയവേത് സ്ക്രീൻഷോട്ട് തന്നെ അയച്ച് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ അങ്ങേ ആഴ്ചയിലും ഒക്കെ ഓർഡർ തന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുവാണ്, എനിക്ക് ഒന്ന് ഞാൻ ഇട്ട് തന്ന പ്രൈസ് ലിസ്റ്റും ആ ഗൂഗിൾ പേ ചെയ്ത ആ സ്ക്രീൻഷോട്ടും കൂടി എനിക്ക് ഒന്ന് അയച്ചാൽ വലിയ ഉപകാരമായിരിക്കും. കാര്യം എൻ്റെ ഫോൺ കംപ്ലൈൻ്റായി. അത് ശരിയാക്കാൻ കൊടുത്തിട്ട് ഒരു 3-4 ദിവസം ഇതുവരെയും ശരിയാക്കിയിട്ടില്ല. അത് ഒരു ഷോപ്പിൽ നിന്ന് അടുത്ത ഷോപ്പിലോട്ട് ഞാൻ വേറെ കൊടുക്കേണ്ടി വന്ന്. ആദ്യം കൊടുത്തപ്പോഴത്തേക്ക് അവർ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇന്നതാണ് സംഭവം, അത് ശരിയാക്കണമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അത് ശരിയാക്കണ്ട, ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിച്ച് നമ്മൾ വേറെ കടയിൽ കൊടുത്തേക്കുവാണ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ചിലപ്പം നാളെ കിട്ടുമായിരിക്കും. അപ്പോൾ എനിക്ക് പഴയ മെസ്സേജൊന്നും കിട്ടുന്നില്ല. ഇത് താൽക്കാലികമായിട്ട് നമ്മൾ സിമ്മ് വേറൊരു ഫോണിൽ എടുത്തിട്ടേക്കുവാണ്. അപ്പം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇത് ചെയ്യുക. പിന്നെയെന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് പ്ലാൻസ് നമുക്ക് ഡിലേ വന്നിട്ടുണ്ട്. അയച്ചു കൊടുക്കാനായിട്ട് കുറച്ച് താമസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുതൽ നമ്മൾ ഓർഡർ എടുത്തിട്ട് 7 ദിവസത്തിന് ശേഷം 7 ദിവസത്തിനകമായിരിക്കും, അല്ലെങ്കിൽ 7 ദിവസത്തിന് ശേഷമായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നത്. കയ്യിൽ കിട്ടുന്നതല്ല, അയക്കുന്നത്. ഇത് നമ്മൾ കാണുന്നത് നമ്മുടെ കസ്റ്റമർക്ക് ഇന്ന് കിട്ടിയ പ്ലാൻസ് അവർ പോട്ട് ചെയ്ത് കാണിച്ചു തരുവാണ്. താങ്ക്സ് ദേവി, എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നതിന് കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമൻ്റ് ഇട്ടാൽ നമുക്ക് എല്ലാവർക്കും ഉപകാരമാകും. അറിഞ്ഞുകൂടാത്തവർക്കെല്ലാം ഉപകാരമാകും. മുകളിൽ ഡാർക്ക് ഗ്രീന്, പിന്നെ ഇതിൻ്റെ തളിരില വരുന്നത് ഈ കളറ്, നല്ല മാവിൻ്റെയൊക്കെ മാങ്ങ മരത്തിൻ്റെ തളിരിലയില്ലേ, അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ കളറാണ് തളിരിലകൾക്ക്. അടിവശം പർപ്പിൾ കളറും. സൂപ്പർ, നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 230 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ വരുമ്പോഴാണ് നമ്മൾ ഒത്തിരി സമയമെടുത്ത് പാക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോഴും ഒരുപാട് ലേറ്റ് ആവും. ഒരു ദിവസം തന്നെ നമുക്ക് ഒരുപാട് പാക്കിങ് നടക്കത്തില്ല. നമ്മൾ 10 രൂപയുടെയും 20 രൂപയുടെയും അത് നമുക്ക് സ്പീഡിന് വേണമെങ്കിൽ നമുക്ക് അയക്കാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് അയച്ചിട്ട് നമുക്ക് പണി കിട്ടും. നമുക്ക് ഇന്നൊരു പണി കിട്ടിയായിരുന്നു. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250. ഇത് റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡ് റിംഗ് ഓഫ് ഫയർ. മറ്റേ നോർമലായിട്ടുള്ളത് നമുക്കിപ്പോൾ കയ്യിൽ തീർന്ന്, അത് പക്ഷേ ഇനിയും വരും കേട്ടോ. അതും 250 ആണ്. ഇതിൻ്റെ ഒരു ഗോൾഡൻ കളറ്. അടുത്തെന്ന് പറയുന്നത് നെസ്റ്റ് ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 220. ഈ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കാണിച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് SP കൊളംബിയ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 130. നമുക്ക് ഇപ്രാവശ്യം 60 രൂപീസിനുള്ളതുകൊണ്ട് കേട്ടോ. ചെറിയ തൈകളുണ്ട് ഇതിൻ്റെ 60 രൂപീസ്, വലുത് 130. അത് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി ഏത് വേണമെന്നുള്ളത് പറയണേ. എനിക്ക് പണി തന്ന സാധനമാണിത്. ഏതൊരു പ്ലാന്റ് കാണിച്ചാലും നമ്മുടെ കസ്റ്റമറിൻ്റെ ഒരു ചോദ്യമുണ്ട്, ഇതിൻ്റെ ചെറുതുണ്ടോ എന്ന്. എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും ചോദിക്കും. പക്ഷേ എനിക്കും അങ്ങനെ ചെറിയ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അത് തരാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നമുക്ക് പാക്കിങ് കുറച്ച് എളുപ്പമാകും. പിന്നെ കസ്റ്റമറിനും കുറഞ്ഞ റേറ്റിന് വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഇത് 60 രൂപീസിനുണ്ടേ. അടുത്തെന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ പേര് നമുക്കറിയത്തില്ല, അറിയാവുന്നവരൊന്ന് പറയണേ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190. ഇത് നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ, ഒരാൾ തല കീഴായിട്ട് നിന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദേണ്ടേ വവ്വാല്. നോക്കുന്ന മാത്രമല്ല, വേറൊരു കാര്യം ചെയ്തായിരുന്നു. ഇത് പപ്പായ മരത്തിലാണ് കിടക്കുന്നത് കേട്ടോ. അവിടെ പപ്പായ പിടിച്ച് കിടപ്പുണ്ട്. അതിൻ്റെ പുറത്തോട്ടങ്ങ് മൂത്രമൊഴിച്ച് വെച്ച്. നമ്മളിതിനെ നോക്കിയാൽ നമ്മുടെ കാര്യം നടക്കത്തില്ല. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നേ, നമ്മൾ ഒരു നിമിഷമെങ്കിലും ഞാനിത് ചിന്തിച്ചത്, നമ്മുടെ വീട്ടിലൊക്കെ പിടിക്കുന്ന ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഭയങ്കര അതായത് നമ്മുടെ വീട്ടിൽ പിടിച്ചല്ലേ, ഇതിനകത്തൊരു വിഷവും ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് കഴിക്കുന്ന ശീലമുള്ളവരുണ്ടല്ലോ. എൻ്റെ ദൈവമേ, ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇത് വീഡിയോയിൽ അത്ര വ്യക്തമല്ല. പക്ഷേ ഈ സംഭവം ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ അടുത്തുനിന്നാണ് കാണുന്നത്. ഈ മൂത്രം ഒഴിക്കുന്നത് ഞാൻ നല്ലപോലെ ഞെട്ടിപ്പോയി. കാര്യം പപ്പായ എന്ന് പറയുമ്പോഴത്തേക്ക് അത് തൊലിയുള്ളൊരു സംഭവമാണ്. പക്ഷെ അല്ലാതെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പേരയ്ക്ക പോലുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തത് ഓർക്കിഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഗ്രൗണ്ട് ഓർക്കിഡ് പ്രൈസ് എന്ന് പറയുന്നത് 40 രൂപീസ്. നല്ല ഡാർക്ക് വയലറ്റ് കളർ ഫ്ലവറാണ് പിടിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് വൈറ്റ് പ്രിൻസസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 275. അറിയാമല്ലോ, ഇതിനൊന്നും ഒട്ടും വെള്ളം വേണ്ട. ഒട്ടുമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. അടുത്തതെന്ന് പറയുന്നത്
അലോക്കേഷ്യ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 240. പ്ലാസ്റ്റിക് ലീഫ് പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. അടുത്തത് നിഞ്ച. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 230. ബാഹുബലിയിലെ പാട്ടേ, പക്ഷെ അതിങ്ങനെയല്ലെന്ന് തോന്നുന്നല്ലേ, നിംദ അങ്ങനെയാണെന്ന് തോന്നുന്നു. എങ്ങനെയായാലും നമ്മളിങ്ങനെ. പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190. ഒരുപാട് വലുതൊന്നുമില്ല കേട്ടോ, ചെറുതാണ്. 190. പിന്നെയുള്ളത് പിങ്ക് പ്രിൻസസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 240. പിന്നെയുള്ളത് ഇതിൻ്റെ പ്രൈസ് 220. ഇൻഡോർ പ്ലാന്റ്സ് ആണേ. ഇൻഡോർ പ്ലാന്റ്സ് നമുക്കറിയാമല്ലോ, അത് ഒരുപാട് വെയിലൊന്നും വേണ്ടാത്ത, ഒരുപാട് നല്ല വെയിൽ വേണ്ടാത്ത, വെള്ളവും അധികം വേണ്ടാത്ത, കുറച്ച് ചകിരിച്ചോറ് കൂടുതൽ ചേർത്ത് പെർലൈറ്റൊക്കെ ചേർത്ത് നട്ട് വയ്ക്കുകയാണെങ്കിൽ വെള്ളം മിതമായിട്ട് മതി. ഇത് ഫിലോഡെൻഡ്രൻ ബിർക്കിൻ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190. ഈ 190 നമുക്ക് 150 കൊണ്ട്. പിന്നെ തീരെ ചെറിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ, 50-60 റേറ്റിലുള്ളത്, തീരെ ചെറുത്. ഇത് റബ്ബർ പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190. ഒരു ഓഫ് വൈറ്റ് ലൈറ്റ് ഗ്രീനും ഒക്കെ ചേർന്ന റബ്ബർ പ്ലാന്റ്. ഇതൊരു സക്കുലൻറ്റ് പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 230. കൊള്ളാമോ? ഇതൊരു ഫിലോഡെൻഡ്രൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 270. 270ക്ക് നല്ല വലിയ പ്ലാന്റ് ആട്ടോ തരുന്നത്. ഇത് അയച്ച് തന്നവർക്കറിയാം, വലിയ പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ഫിലോഡെൻഡ്രൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190. പിന്നെയുള്ളത് ചെമ്പരത്തി. ഇതിൻ്റെ പ്രൈസ് 90 റുപ്പീസ്. പിന്നെയുള്ളത് ഈ റെഡ് വെറൈറ്റി, അഗ്ലോണിമ റെഡ് വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 280. ഒരുപാട് വലിയ പ്ലാന്റ് അല്ല കേട്ടോ ഇത്, ഒരുപാട് വലുതുമല്ല തീരെ ചെറുതുമല്ല. അങ്ങനെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 280. ഇത് കലാത്തി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 125. ഇത് ഒരു ഷൂട്ടേ ഉള്ളേ, 125. ഇനിയുള്ളതും ഒരു കലാത്തിയ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇത് 250 ആണ്. പക്ഷേ 100 റുപ്പീസിന് നമ്മൾ 1 ഷൂട്ട് കൊടുക്കുന്നുണ്ട്. 250 കേട്ടോ. പിന്നെ ഇതൊന്നും നമ്മൾ പോട്ട് ഉൾപ്പെടെ അല്ല കൊടുക്കുന്നത്. പോട്ട് ഉൾപ്പെടെ തരുന്നോന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് ബുദ്ധിമുട്ടാണ്. പോട്ട് ഉൾപ്പെടെ അയക്കാൻ നമുക്ക് പറ്റത്തില്ല, വെയിറ്റും കൂടുതലാവും. പിന്നെ ഓരോ പ്ലാന്റ്സ് നമുക്ക് പോട്ട് വെച്ച് ഉൾപ്പെടുത്തി അയക്കുവാണെങ്കിൽ കൊറിയർ ചാർജ് കൂടും, അങ്ങനെയൊക്കെ പ്രശ്നം. ഒരു പ്ലാന്റൊക്കെ ആണെങ്കിൽ ചിലപ്പം നമുക്ക് നോക്കാം, ചെറിയ പോട്ടൊക്കെ ആണെങ്കിലേ പോട്ട് ഉൾപ്പെടെ അയക്കാൻ നോക്കാം, പക്ഷെ അല്ലാതെ പറ്റത്തില്ല കേട്ടോ. ഇത് ബ്ലാക്ക് പ്രിൻസസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 275. പിന്നെയുള്ളത് ഒരു ഗ്രാസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 റുപ്പീസ്. പിന്നെ റൂബി പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സെയിലുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. പിന്നെ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്താണ് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കേൾക്കണേ, എന്താ പറഞ്ഞതെന്നുള്ളത്. ചിലർ കേൾക്കത്തില്ലെന്നല്ല, സൗണ്ടൊന്നും കേൾക്കാതെ അത് ഓടിച്ചോടിച്ച് കാണുന്നവരുണ്ട്. പിന്നെ സ്കിപ്പ് ചെയ്ത് കാണുന്നവരുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കേൾക്കില്ല. അങ്ങനെ നമ്മൾ 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷവും സ്നേഹവും നന്ദി. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി. 5K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഗിവ് അവേ നമ്മൾ നടത്തുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഈ അയക്കാനുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് തീരട്ടെ, എന്നിട്ട് നമുക്ക് നടത്താം. അപ്പം ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ. ലവ് യു ഓൾ.